നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാബി അലോൺസോ പറയുന്നു ക്ലബ്ബ് വേൾഡ് കപ്പ് എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന്. യെസ്, റയൽ മാഡ്രിഡിൻ്റെ പുതിയ കോച്ചായിട്ട് സ്ഥാനമേറ്റെടുത്ത സാബി അലോൺസോ ഇന്ന് അവർ പ്രസൻറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു ക്ലബ്ബ് വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഇത് എനിക്കൊരു വലിയ അവസരമാണ്. എനിക്ക് താരങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു പുതിയ ടൈറ്റിലിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനും പറ്റും. തീർച്ചയായിട്ടും ഇതൊരു ഗ്രേറ്റ് ബിഗിനിങ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം എങ്ങനെ കളിക്കുമെന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി: ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആവേണ്ട ഒരു മേഖലയാണ്, ഒരേപോലെ കളിക്കണമെന്നല്ല. ബട്ട് ഓഫ് കോഴ്സ് എനിക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷേ ടീം അതിൻ്റെ എനർജിയും ക്യാരക്ടറും ഒക്കെ കളിക്കളത്തിൽ കാണിക്കേണ്ടതുണ്ട്. എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോൾ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ കളി കൺട്രോൾ ചെയ്യണം. നമുക്ക് ബോൾ ഇല്ലെങ്കിലോ നമ്മൾ പ്രൊയാക്റ്റീവായിട്ട് കളിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കളി ബോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അതിനനുസരിച്ച് കളി നിയന്ത്രിച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അത് തന്നെയാണ് ലക്ഷ്യമെന്ന് സാബി അലോൺസോ പറയുന്നു. ഏതായാലും സാബി അലോൺസോക്ക് മുന്നിൽ തുടക്കത്തിൽ തന്നെ വലിയൊരു ചലഞ്ചാണ് വരുന്നത്. ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന വലിയ ചലഞ്ച്. അത് അദ്ദേഹത്തിന് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? ഒരു കിടിലൻ തുടക്കമാവുമോ? തീർച്ചയായിട്ടും ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന കിരീടം ചൂടിക്കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതൊരു വല്ലാത്ത ബിഗിനിങ് ആയിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.